അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞതാ നീനു രാവിലെ തന്നെ പോകാനുള്ള ഒരു തകൃതിയായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ 9 മണിക്കാണ് അവൾ ഇറങ്ങുന്നത്. 9 മണിക്കത്തെ ബസ്സിന് പോയി 11 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അവൾ ഒരു 10:30 10:45 അവിടെ എത്തും. അപ്പോൾ അവൾക്ക് സമാധാനത്തോടെ ജോലിക്ക് കയറാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം അവൾ പോയതിനെ പറ്റി അധികം ആലോചിച്ച് സങ്കടപ്പെടാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുത്തു വന്നിട്ടാ. അവൾ ഇന്ന് മഞ്ചേരിക്ക് 2 ദിവസം നിൽക്കാൻ വേണ്ടി പോകും. അപ്പോൾ എന്നെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് കേട്ടോ പോണത്. വന്ന ഉടനെ ആ മക്കൾ കടയിലേക്ക് ഓരോന്ന് വാങ്ങാൻ വേണ്ടി ചോക്ലേറ്റ് ലേസ് അത് ഇതൊക്കെ വാങ്ങാനാണ് ഈ പോണത് കേട്ടോ. ഇവിടെ എത്തിയ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുക, കടയിൽ പോവുക, മുട്ടായി വാങ്ങുക, കടയിൽ പോവുക, മുട്ടായി വാങ്ങുക, ഇതാണ് അവരുടെ പരിപാടി കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ കോഴിക്കോട് ആകുമ്പോൾ ടൗണൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആകെ ഒരു 10 മിനിറ്റ് വീട്ടിൽ നിന്നിട്ടുള്ളൂന്നുണ്ടെങ്കിലും അവരൊരു 10 പ്രാവശ്യം കടയിലേക്ക് പോവാ ഇതായിരുന്നു സംഭവം. എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഒറ്റ ദിവസം നിൽക്കണമല്ലോ എന്നുണ്ടെങ്കിലും നമുക്ക് രാത്രിയായാലും മക്കൾക്കൊക്കെ ഇടാനും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവാനുള്ളതുകൊണ്ട് അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ ബാക്കിൽ കയറ്റി ഞങ്ങളിതാ നേരെ വീട്ടിലേക്കാണോ അല്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നാനൻ്റെ കസിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഇമ്മയും നിജും നാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്താമെന്നുള്ള പ്ലാനാണ്. അതിന് വേണ്ടി ഇതാ നമ്മൾ അരീക്കോട് മമതയിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തുത്തുന് ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. കാരണം മഞ്ചേരി പോയി കഴിക്കാം, അവൾക്ക് അവിടെയാണ് ശീലം, വണ്ടി നിർത്താനും സൗകര്യമൊക്കെ അവിടെ കറക്റ്റാറ്. ഇവിടെ എങ്ങനെ പാർക്കിംഗ് സൗകര്യമൊക്കെ കിട്ടുമോ, ഒക്കെ ഭയങ്കര ടെൻഷനാട്ടോ ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് മഞ്ചേരി ഫർസയിൽ തന്നെ പോവാം. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടെ പ്രത്യേകിച്ച് ഹണി അൽഫാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും കഴിക്കണം എന്നുള്ള എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ എന്തായാലും വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം കിട്ടിയതുകൊണ്ട് തുത്തുനും ഹാപ്പി, ഞാനും ഹാപ്പി. നേരെ ഇതാ ഫുഡ് കഴിക്കാനും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇതാ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇതൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. റൈസ് ഒന്നും ഞാൻ കഴിച്ചില്ല, അത് മാത്രമാണ് ഞാൻ ഇത് കഴിച്ചത്. മക്കളും റെയിനും ഇതുമോ രണ്ടാളും കൂടി ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസും തുത്തു ബിരിയാണിയാണ് കേട്ടോ. തുത്തും ആര്യനും ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴി താഴെ നിന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. നേരെ പോവാണ് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ ഉമ്മയും ഓലൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.